അല്ല ഗൈസ് അസ്സലാമലൈക്കും. ഫസ്റ്റത്തെ നോമ്പായോണ്ട് നോൽക്കരുതി. നോമ്പായോണ്ട് നോമ്പ് നോക്കാക്കാൻ പറ്റില്ലല്ലോ. സുബൈക്ക് 5 മണിക്ക് വെച്ചാണ്ട് പല്ലേച്ചാണ്ട് നേരെ പയം തിന്നിരുത്തി. പയം തിന്ന് കാരണം ഒരു 11:30 നീച്ച് യൂണിഫോം പിന്നെ ഇസ്തിരി ഇടാണ്ടായിന്. ഇസ്തിരി ഇട്ടാണ്ട് നേരെ കുളിച്ചാൻ പോയി. അങ്ങനെ കുളിച്ച് മാറ്റി നേരെ സ്കൂൾക്ക് പോവാണ്. പാന് പിന്നെ ഐഡന്റിറ്റി കാർഡ് എടുത്താണ്ട് നേരെ സ്കൂൾക്കാണ് വിട്ട്. ഒന്നാമത്തെ നോൽമ്പന്റെ ഏകദേശം ഒരു 3 നോൽമ്പായി. കാരണം വണ്ടി പഞ്ചറായി. ഇനി പിന്നെ എന്താ കാട്ടിയെഴുതിക്കുമ്പോഴാണ് വണ്ടി ഒരു പെരന്റെ മുറ്റത്ത് കിട്ടാണ്ട് നമ്മള് നടന്നു സ്കൂൾക്ക് പോയി. അങ്ങനെ എക്സാം കഴിഞ്ഞ് പിന്നെ നേരെ പമ്പ് കിട്ടി. കാറ്റൊക്കെ ഏകദേശം തീരുമാനമായ മരിക്കേനി. കാറ്റടിച്ച് പോലീസ് വണ്ടിക്ക് താറ്റി കൊടുത്ത് നമ്മൾ നേരെ പിന്നെ വർക്ക്ഷോപ്പിക്കാണ് വിട്ട്. അങ്ങനെ വർക്ക്ഷോപ്പിൽ എത്തിയാണ്ട് പഞ്ചർ അടിച്ച്. എന്തായാലും ഓർക്കാതെ കിട്ടുന്ന കണ്ടന്റ് ആണ്. ഞാൻ ഫോൺ എടുത്തിട്ടില്ലേ, വീഡിയോ എടുക്കച്ച് പറ്റൂലേ. പഞ്ചർ അടിച്ച് 100 റുപ്യ കൊടുത്ത് പെരീക്ക് ഇട്ട്. പെരീക്ക് എത്തി ചെക്കന്റെ സിക്സ് ബാഗാണ് കാട്ടി തന്നു. ഓ പെരിയിലെത്തിയപ്പോ തന്നെ 6:15 സമൂസയും അതേപോലെ ജ്യൂസും എടുത്തച്ചീനി. അതിനോട്ട് നോമ്പാണ് തുറന്ന്. നോമ്പ് തുറന്ന് കഴിഞ്ഞ് നേരെ നിസ്കരിച്ചാൻ വിട്ട്. നിസ്കാരം കഴിഞ്ഞാണ്ട് നേരെ ചായ അടിച്ചേരുതി. പത്തിരി കോഴിക്കറി എല്ലാ ആദ്യത്തെ നോമ്പിനും എല്ലാ പെരിയിലും ഉണ്ടാണ് സംഭവമാണ് പത്തിരി കോഴിക്കറി. പിന്നെ എന്റെ സ്വന്തം നാട്ടിലൊരു ഷോപ്പ് തുടങ്ങിയാണ് മിസ്റ്റർ സർബത്ത്. എന്തൊക്കെ പരിപാടി ഇവിടെ പാലോണ്ടൊക്കെയാണല്ലോ പരിപാടി. എന്താണ് സംഭവം? വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ? 2 വിധ വെറൈറ്റി സാധനങ്ങൾ ഉണ്ട് ഇവിടെ. ആ ചങ്ങായിച്ചൊന്ന് എന്താണ് ഇവിടെ ഉള്ളത്? ഇതാണ് മിൽക്ക് സർബത്ത്. കിടില സാധനം പറഞ്ഞാൽ കിടില സാധനം. നോമ്പൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ വന്ന് കുടിച്ചു നോക്കി. അഫോർഡബിൾ പ്രൈസിനാണ് മിൽക്ക് സർബത്ത് വരുന്നത്. 40 റുപ്യ ഉള്ളൂ. അടുത്ത് വരുന്നത് മിൽക്ക് ഷെയ്ക്കാണ്. മിൽക്ക് ഷെയ്ക്കും അതേപോലെ കിടില സാധനമാണ്. വെറൈറ്റി സാധനമാണ് മിൽക്ക് ഷെയ്ക്ക്. അപ്പൊ ലൊക്കേഷൻ മറക്കണ്ട. അകമ്പാടെ കക്കാടമ്പള്ളി റോട്ടിന് കയറിയിട്ട് 100 മീറ്റർ മാറിയിട്ട് ലെഫ്റ്റ് സൈഡിലാണ് സ്പോട്ട് വരുന്നത്. അപ്പൊ ഗൈസ് ഫോളോ ചെയ്ത് വെച്ചോളി. അടുത്ത വീഡിയോയിൽ കാണാം.